ചുവന്ന ചരട് ഒരു വേശ്യയുടെ കുടുംബത്തെ സംരക്ഷിച്ചത് എങ്ങനെ? ഇസ്രായേൽ ജനം ജെറീക്കോ കോട്ട പിടിക്കാൻ തീരുമാനിച്ചു. ജെറീക്കോ ഉറ്റുനോക്കാനായി 2 ചാരന്മാരെ ഇസ്രായേൽക്കാർ അയച്ചു. ഇവരെക്കുറിച്ച് വിവരം കിട്ടിയ രാജാവ് അവരെ അന്വേഷിച്ചു വന്നപ്പോൾ റാഹാബ് എന്ന വേശ്യ തൻ്റെ ഭവനത്തിൽ അവരെ ഒളിപ്പിച്ചു. കാരണം അവൾ ഇസ്രായേൽ ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി കേട്ടിരുന്നു. അവൾ പറഞ്ഞു, ചെങ്കടലിനെ 2 വെട്ടിമുറിച്ച് ശത്രുക്കളെ തോൽപ്പിച്ച ഇസ്രായേലിൻ്റെ ദൈവം ഈ ജെറീക്കോ ദേശവും നിങ്ങൾക്ക് നൽകും. അപ്പോൾ ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങൾ കേൾക്കണം. Promise that you will save my family. തന്നെയും തൻ്റെ ഭവനത്തെയും രക്ഷിക്കണമെന്ന് ഇസ്രായേൽ ചാരന്മാരോട് റഹാബ് അഭ്യർത്ഥിച്ചു. അവർ പറഞ്ഞു, നീ ഒരു ചുവന്ന ചരട് നിന്റെ ഭവനത്തിൻ്റെ ജനാലയിൽ കെട്ടിയിടുക. ഞങ്ങൾ ശത്രുക്കളെ കീഴടക്കുമ്പോൾ ആ ഭവനം സ്പർശിക്കുക പോലുമില്ല. അതിലുള്ളവർ സുരക്ഷിതരായിരിക്കും. ജോഷുവയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സൈന്യം ജെറീക്കോ കോട്ട കീഴടക്കി. എന്നാൽ അവർ റാഹാബിനെയും കുടുംബത്തെയും സംരക്ഷിച്ചു. റാഹാബിൻ്റെ ഭവനത്തിൽ ചുവന്ന ചരട് അവർക്ക് സംരക്ഷണമായി നിലകൊണ്ടു. പിന്നീട് ഒരു ഇസ്രായേൽക്കാരനെ വിവാഹം കഴിച്ച റാഹാബ് എന്ന വേശ്യയുടെ പേര് ഈശോയുടെ വംശാവലിയിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. നാം തെറ്റുതിരുത്താൻ തയ്യാറാണെങ്കിൽ റാഹാബിനെ സംരക്ഷിച്ച ചുവന്ന ചരട് പോലെ ഈശോയുടെ തിരുരക്തം നമ്മെ സംരക്ഷിക്കും, നമുക്ക് വിജയം നൽകും.